ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. മോർണിംഗ് ചലഞ്ചിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോർണിംഗ് ചലഞ്ചുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ് ആണ് കാണാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം ഏതാണ്? ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പ്രായപൂർത്തിയാണ്. ഓക്കെ, ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം എന്ന് പറയുന്നത് പ്രായപൂർത്തി ഘട്ടമാണ്. ഇത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാ? 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ്. ചില ബുക്കുകളിൽ 19 വയസ്സ് മുതൽ 60 വയസ്സ് വരെയും കാണാം കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണോ അത് അനുസരിച്ച് ഓപ്ഷന് വരുന്ന അനുസരിച്ച് എഴുതുക. പ്രായപൂർത്തി ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടമാണ് പ്രായപൂർത്തി ഘട്ടം എന്ന് പറയുന്നത്. കായിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു കുഞ്ഞ് ഭാഷ പഠിക്കുന്നത്, ഒരു കുഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങുന്നത് ആദ്യം കായിക പ്രവർത്തനങ്ങളിലൂടെയാണ് അല്ലെ? കായിക പ്രവർത്തനങ്ങളിൽ നിന്ന് ബിംബങ്ങൾ സ്വതന്ത്രമാകുന്ന ഘട്ടം ഏതാണ്? കായിക പ്രവർത്തനങ്ങളിൽ നിന്ന് ബിംബങ്ങൾ സ്വതന്ത്രമാകുന്ന ഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ അവൻ എന്താണ്, അതായത് ഒരു വസ്തുക്കളൊക്കെ, അതായത് നമ്മൾ ചുമ്മാ കായിക പ്രവർത്തനങ്ങളിലൂടെ ഓടുമ്പം വീഴുക, അങ്ങനെ ആ കായിക പ്രവർത്തനം വിട്ട് ഒരു പാലിന്റെ കുപ്പി കണ്ടാൽ അത് എൻ്റെ പാൽക്കുപ്പിയാണ്, ഞാൻ പാല് കുടിക്കുന്ന കുപ്പിയാണെന്നൊക്കെ കുട്ടി മനസ്സിലാക്കും. അല്ലെങ്കിൽ ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ടുള്ള, ഇപ്പം അവന് വെറുതെ ഒരു കല്ല് കിട്ടി, ആ കല്ലിനെ റേസിംഗ് കാറായിട്ട് ഓടിക്കാനുള്ള ശേഷി കൈവരുന്ന ഘട്ടമാണ് ഇമാജിനേറ്റീവ്, അതായത് ബിംബന ഘട്ടം. ഐക്കോണിക് സ്റ്റേജ് ബ്രൂണറുടെ, അത് സ്വതന്ത്രമാകുന്ന ഘട്ടമാണ് ബിംബന ഘട്ടം എന്ന് പറയുന്നത്. ബിംബന ഘട്ടം ഐക്കോണിക് സ്റ്റേജ് ആണ്. ഓക്കെ, കായിക പ്രവർത്തനങ്ങളിൽ നിന്ന് ബിംബങ്ങൾ സ്വതന്ത്രമാകുന്ന ഘട്ടമാണ് ബിംബന ഘട്ടം എന്ന് പറയുന്നത്. അടുത്തത്, കുട്ടികളിലെ വൈകാരിക വികാസത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആരാണ്? ഡ്യൂക്ക് സർവകലാശാലയിലെ കാതറിൻ ബ്രിഡ്ജ് ആണ് അല്ലെ? കാതറിൻ ബ്രിഡ്ജ് ഒരു ബ്രിഡ്ജ് ചാർട്ടൊക്കെ ഡെവലപ്പ് ചെയ്തു. അതിലെ കുട്ടികളുടെ ഇമോഷൻസിനെ എല്ലാം 24 മാസം ആകുമ്പോഴേക്കും എല്ലാതരം ഇമോഷൻസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്ന കാതറിൻ ബ്രിഡ്ജിന്റെ ബ്രിഡ്ജ് ചാർട്ടിലാണ്. ഓക്കെ, കുട്ടികളിലെ വൈകാരിക വികാസത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനഃശാസ്ത്രജ്ഞയാണ് കാതറിൻ ബ്രിഡ്ജ്. കുട്ടികളിലെ വൈകാരിക വികാസത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനഃശാസ്ത്രജ്ഞയാണ് കാതറിൻ ബ്രിഡ്ജ്. ആരാണ്? കാതറിൻ ബ്രിഡ്ജ്. ഭാഷ നിർമ്മിക്കപ്പെടുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ഭാഷ എഴുതി വെച്ച് പഠിച്ചോണം. നമ്മുടെ ലൈവിൽ ഉണ്ടായിരുന്ന ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭാഷ നിർമ്മിക്കപ്പെടുകയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവായ നോം ചോംസ്കി ആണ്. ഭാഷ നിർമ്മിക്കപ്പെടുകയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവായ നോം ചോംസ്കി ആണ്. എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികാസത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും ആവശ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികാസത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആൾട്ടൻബർഗ് എന്ന് പറയുന്നത്. ആരാണ്? ആൾട്ടൻബർഗ്. ഓരോ വ്യക്തിത്വ സവിശേഷതകളുടെയും വികാസത്തിന് പാരമ്പര്യവും പരിസ്ഥിതിയും അനിവാര്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആൾട്ടൻബർഗ് ആണ്. പഠിച്ചു വെക്കുക. 8 ഘട്ടങ്ങളിലായി സാമൂഹിക വികാസം ആവിഷ്കരിച്ചത് ആരാണ്? 8 ഘട്ടങ്ങളിലായി സാമൂഹിക വികാസം തയ്യാറാക്കിയത് ആരാണ്? എറിക് എറിസൺ ആണ്. ഓക്കെ, എറിക് എറിസൺ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, ക്ഷമിക്കുക. 8 ഘട്ടങ്ങളിലായി സാമൂഹിക വികാസം തയ്യാറാക്കിയത് എറിക് എറിസൺ ആണ്. 8 ഘട്ടങ്ങളിൽ നമുക്കറിയാം ഐഡന്റിറ്റി ക്രൈസിസ് എന്ന പോയിന്റും അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആണ് എന്ന് പഠിച്ചു വെക്കാം. അനുഭവത്തെയും പരിശീലനത്തെയും ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ അനുഭവത്തെയും, അനുഭവം എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പീരിയൻസ്. നമ്മൾ എക്സ്പീരിയൻസിലൂടെ എന്താ ചെയ്യുന്നത്? പരിശീലനത്തിലൂടെ, ട്രെയിനിങ്ങിലൂടെ നമ്മൾ എന്താ നേടുന്നത്? ഓക്കെ, അപ്പൊ ട്രെയിനിങ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മൾ നേടുന്ന എന്താ? അനുഭവത്തിലൂടെ ആണെങ്കിലും നമ്മൾ പഠിക്കും, ട്രെയിനിങ്ങിലൂടെ പരിശീലനത്തിലൂടെ ആണെങ്കിലും നമ്മൾ പഠിക്കും. അപ്പൊ അനുഭവത്തിലൂടെയും പരിശീലനത്തിലൂടെയും ആശ്രയിച്ചിരിക്കുന്നതാണ് എന്ത്? പഠനം എന്ന് പറയുന്നത്, അഥവാ ലേണിംഗ് എന്ന് പറയുന്നു. പഠനം എന്ന് പറയുന്നത് അനുഭവത്തിനെയും പരിശീലനത്തിനെയും ആശ്രയിച്ചിരിക്കുന്നതാണെന്ന് കാണാം. ഇനി, ശ്രമപരാജയ പരീക്ഷണങ്ങൾ തോണ്ടേക്ക് നടത്തിയത് എന്തിലാണ്? ശ്രമപരാജയ പരീക്ഷണങ്ങൾ തോണ്ടേക്ക് നടത്തി അല്ലെ? വ്യവഹാരവാദത്തിൽ
ശ്രമപരാജയ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് എഡ്വേർഡ് എൽ തോണ്ടേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ നടത്തിയത് പൂച്ചയിലാണ്. മത്സ്യത്തെ വെച്ചുകൊണ്ട് പൂച്ചയിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. പൂച്ചയിൽ പരീക്ഷണങ്ങൾ നടത്തി ത്രിമുഖ സിദ്ധാന്തം പഠനത്തിന്റെ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ് ആൻഡ് ലോ ഓഫ് എക്സസൈസ് എന്നുള്ള നിയമങ്ങൾ ആവിഷ്കരിക്കുകയും അതുമായി ബന്ധപ്പെട്ട 6 അനുബന്ധന നിയമങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത വ്യക്തിയാണ് തോണ്ടേക്ക്. ഇനി കൊഹ്ലറുടെ ചിമ്പാൻസിയുടെ പേര്, കൊഹ്ലറുടെ സിദ്ധാന്തം എന്താണ്? അന്തർദൃഷ്ടി പഠന സിദ്ധാന്തമാണ് അല്ലെ. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തമാണ്. ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറിയാണ് കൊഹ്ലറുടെ പഠനം. അന്തർദൃഷ്ടി പഠനമാണ് കൊഹ്ലർ സംഭാവന ചെയ്തതെന്ന് പറയാം. അദ്ദേഹം ഈ പരീക്ഷണം നടത്തിയത് സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയിലാണ്. ഓക്കെ, സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയിലാണ് കൊഹ്ലർ പരീക്ഷണങ്ങൾ നടത്തുകയും അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുകയും ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. ഒസുബലിന്റെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്ന പേരെന്ത്? ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അർത്ഥപൂർണമായ ഭാഷാപര പഠനം. അർത്ഥപൂർണ ഭാഷാപര പഠനം. ഒസുബലിന്റെ അർത്ഥപൂർണമായ ഭാഷാപര പഠനം. ഒസുബലിന്റെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്നത് അർത്ഥപൂർണമായ ഭാഷാപര പഠനം, അതല്ലെങ്കിൽ സ്വീകരണ പഠനം എന്നാണ്. ഒസുബലിന്റെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്നത് അർത്ഥപൂർണമായ ഭാഷാപര പഠനം അല്ലെങ്കിൽ സ്വീകരണ പഠനം എന്നാണ് അറിയപ്പെടുന്നത്. പഠിച്ചു വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ആശയഗ്രഹണത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഗെസ്റ്റാൾട്ട് ഘടകം ഏതാണ്? ഓക്കെ, ആശയ ഘടകത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഗെസ്റ്റാൾട്ട് ഘടകം പ്രത്യക്ഷണവും അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവും, പശ്ചാത്തലവും അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവും, അതായത് ഫിഗർ ഗ്രൗണ്ട് ആണ്. ഫിഗർ ഗ്രൗണ്ട് ആണ് ഉത്തരമായി വരുന്നത്. ആശയഗ്രഹണം എങ്ങനെയാണ്? പശ്ചാത്തലവും, മലയാളത്തിൽ ഉത്തരം വരുമ്പോൾ പശ്ചാത്തലവും അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവും. പശ്ചാത്തലവും അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവും ഫിഗർ ഗ്രൗണ്ട് ആണ് ആശയഗ്രഹണം കോംപ്രിഹെൻഷനെ മനസ്സിലാക്കുന്ന ഘടകം, ഗെസ്റ്റാൾട്ട് ഘടകം. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഫ്രോബൽ ആണ്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രോബൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ ആരാണ്? മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് ടാഗോർ. ഓക്കെ, മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് ടാഗോർ. ഒരിക്കൽ പഠിച്ച വസ്തുതകൾ ഓർത്തെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കാം? മറവി സംഭവിക്കാം. മറവി എന്നാൽ എന്താ? ഒരിക്കൽ പഠിച്ച വസ്തുതകളെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് മറവി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യനിലുള്ള ശരിയും തെറ്റും നിയന്ത്രിക്കുന്നത് എന്താണ്? മനുഷ്യനിലുള്ള ശരിയും തെറ്റും നിയന്ത്രിക്കുന്ന ഘടകമാണ് സൂപ്പർ ഈഗോ അഥവാ സാൻമാർഗിക തത്വം എന്ന് പറയുന്നത്. മനുഷ്യനുള്ള ശരിയും തെറ്റിനെ നിയന്ത്രിക്കുന്ന ഘടകമാണ് സൂപ്പർ ഈഗോ. പ്രകൃതിവാദത്തിൽ കുട്ടിയുടെ സ്ഥാനം. ഓക്കെ, പ്രകൃതിവാദം, നാച്ചുറലിസം, കുട്ടിയുടെ സ്ഥാനം എന്താണ്? ഗവേഷകന്റെ സ്ഥാനമാണ് കേട്ടോ. നാച്ചുറലിസം അഥവാ പ്രകൃതിവാദത്തിൽ കുട്ടിയുടെ സ്ഥാനം ആരാണ്? ഗവേഷകന്റെ രൂപത്തിലാണ്. പ്രകൃതിവാദത്തിൽ കുട്ടിയുടെ സ്ഥാനം ഗവേഷകനാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. പഠിച്ചു വെക്കണേ. അടുത്തത്, ഘടനാവാദം പ്രചരിപ്പിച്ചവരിൽ പ്രധാനി ആരാണ്? ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസത്തിന്റെ ഉപജ്ഞാതാവ് വില്യം വൂണ്ട് ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, ഘടനാവാദം പ്രചരിപ്പിച്ചതെന്ന് പറയുമ്പോൾ ടിച്ച്നർ ആണ്. അതായത് വൂണ്ടിന്റെ ശിഷ്യനായിരുന്ന വില്യം വൂണ്ടിന്റെ ശിഷ്യനായിരുന്ന എഡ്വേർഡ് ടിച്ച്നർ ആണ് ഘടനാവാദം പ്രചരിപ്പിച്ചവരിൽ പ്രധാനി എന്ന് പറയുന്നു. ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പഠനത്തിനാധാരം. ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ ഹോൾ, സമഗ്രം എന്ന് വെച്ചാൽ ഹോൾ, ഈ ഹോളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വാദമാണ് സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ടിസം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ സമഗ്രമായ അനുഭവം എന്ന് വെച്ചാൽ സമഗ്രതാവാദം എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അടുത്തത്,
മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം, ഹ്യൂമനിസം, അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ്. മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആത്മസാക്ഷാത്കാരമാണെന്ന് പഠിച്ചു വയ്ക്കുക. മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആത്മസാക്ഷാത്കാരം എന്ന് പഠിച്ചു വയ്ക്കുക. ജൈവകോശങ്ങളുടെ വർധനവിന്റെ ഫലമാണ് എന്ത്? ജൈവകോശങ്ങളുടെ വർധനവിന്റെ ഫലമാണ് വളർച്ച എന്ന് പറയുന്നത്, ഗ്രോത്ത്. ഓക്കെ, ജൈവകോശങ്ങളുടെ വർധനവിന്റെ ഫലമാണ് വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻ ആണ്. ചില ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്, എന്നാൽ ചില ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്തതാണ്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയതും നിങ്ങൾ വിട്ട് കളയേണ്ട, അങ്ങ് എഴുതി അങ്ങ് പൊയ്ക്കോളൂ. അപ്പം നമുക്ക് എന്താണ്, നമുക്കൊരു റീകോളിംഗ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണെങ്കിലും ക്ഷമ അനിവാര്യമാണ് എക്സാം വരേക്കും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഹെൽപ്ഫുൾ ആണെന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.